ഈ മിനിയേച്ചർ ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു CFL ബൾബിൻ്റെ മുകൾ ഭാഗമാണ്, പിന്നെ ഒരു ടൂത്ത് ബ്രഷും. നമുക്ക് ഈ ബ്രഷിൻ്റെ ഇത്രയും ഭാഗത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂടാക്കിയ കത്തി വെച്ച് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന ഈ ബ്രഷിൻ്റെ ഭാഗം അത്ര സ്മൂത്തല്ല. ഇതൊന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തീയുടെ ചൂടിൽ പിടിക്കുകയാണ്. അപ്പോൾ അത്രയും ഭാഗം ഒന്ന് സ്മൂത്തായി കിട്ടും. എങ്കിൽ മാത്രമേ നമുക്ക് ബൾബിൻ്റെ ടോപ്പുമായിട്ട് ഇത് യോജിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാനിവിടെ എടുക്കുന്നത് എംസിയിലാണ്. എംസിലിൻ്റെ റെസിൻ ബേസും ഹാർഡ്നറും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. സാധാരണയായി ലീക്ക് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ എംസിയിൽ, വൈറ്റ് എംസിയിൽ, ബ്ലാക്ക് എംസി. അതല്ല എങ്കിൽ ശില്പക്കാർ, അങ്ങനെ ഏതും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് വീണയുടെ മറ്റു ഭാഗങ്ങൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ പൈപ്പ്സ് തയ്യാറാക്കുകയാണ്. 2 എണ്ണമാണ് തയ്യാറാക്കുന്നത്. ഇതിങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് ചുരുട്ടിയെടുത്ത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ന്യൂസ് പേപ്പർ പൈപ്പ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വശത്തു നിന്നിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതാ, നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി നമുക്ക് മുറിച്ച് കളയാം. ഇനി ഞാൻ രണ്ടാമത്തെ ന്യൂസ് പേപ്പർ പൈപ്പ് ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചുരുണ് നമ്മൾ പതിയെ അകത്തുനിന്ന് വെളിയിലേക്ക് തള്ളിക്കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ബാക്കി ഭാഗം നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് എംസിയിലെടുത്ത് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പകരമായിട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അല്ല എങ്കിൽ ഇതേ ഷേപ്പിലുള്ള ഒരു ചെറിയ അടപ്പ് യൂസ് ചെയ്താലും മതി. എംസിയിൽ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ചുരുളും ഇതേ രീതിക്ക് തന്നെ എംസിയിൽ തേച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇത് നമ്മുടെ വീണയുടെ ആ ചുരുണ്ടിരിക്കുന്ന ഭാഗമാണ്. അതാണ് ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് എംസിയിൽ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ വീണയുടെ മിനിയേച്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാം കൂടെ ഒരു 20 രൂപയുടെ ചെറിയ പാക്കറ്റ് എംസിലിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ തണ്ട് മുഴുവനായിട്ടും എംസിയിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസിൽ ഇതേ അളവിന് ഒരു വൃത്തം മുറിച്ചെടുക്കാം. എന്നിട്ട് അത് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു ചെറിയ വൃത്തവും നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് എംസിയിൽ തേച്ചിരിക്കുന്ന ഈ വീണയുടെ ഭാഗങ്ങളൊക്കെ ഒരു ബ്ലേഡ് വെച്ച് ഇങ്ങനെ ചുരണ്ടി ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ള തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുത്ത ഓരോ പീസിൻ്റെ അറ്റത്തും നമ്മൾ അല്പം എംസിയിൽ ഉരുട്ടിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി വീണയുടെ ബാക്കിയുള്ള ഭാഗത്തും കൂടെ നമ്മൾ ഒന്ന് എംസിയിൽ തേച്ച് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ വീണയുടെ സൈഡിലൊക്കെ എംസിയിൽ വെച്ച് ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മുമ്പ് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൊള്ളികൾ ആ ഭാഗം അത് നമ്മൾ വീണയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ വീണയുടെ ലാസ്റ്റ് പോർഷനും കൂടെ എംസിയിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് വീണയുടെ രണ്ട് ഭാഗത്തും മുകളിലും താഴെയായിട്ട് ഞാനിങ്ങനെ വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ടെറാക്കോട്ട പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫാബ്രിക് പെയിൻറ്റ്. അത് ടെറാക്കോട്ട കളറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗണോ ഓറഞ്ചോ മറ്റേത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഈ ഷെയ്ഡ് പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം ഇതിൽ ബ്രൗണ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് ഷെയ്ഡ് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതിന് പുറമേ നമ്മൾ സൈഡിലൊക്കെ ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പൂർണ്ണമായിട്ട് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് കളറ് ചെയ്ത് അവ രണ്ടും ഇത് കാണിക്കുന്ന പോലെ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഗോൾഡൻ കളർ കൊടുത്ത തീപ്പെട്ടിക്കൊള്ളികൾ നമ്മൾ ഈ കാണിക്കുന്ന പോലെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് വേണ്ടത് ടോയ് നൂലാണ്. ഇതുപോലത്തെ ടോയ് നൂലെടുത്തിട്ട് ഈ കാണിക്കുന്ന പോലെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ടറ്റം തമ്മിൽ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അവസാനത്തെ എൻഡ് നമ്മൾ ആ കാർഡ്ബോർഡ് പീസിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് മിച്ചം വന്നിരിക്കുന്ന ടോയ് നൂലിൻ്റെ ഭാഗം കൂടെ നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് ആ ഭാഗത്തെ കാർഡ്ബോർഡും കൂടെ വെച്ച് സെറ്റാക്കിയിട്ട് മിച്ചം വരുന്ന നൂല് നമ്മൾ മുറിച്ചെടുത്ത നമ്മുടെ വീണ തയ്യാറായി. ഇത് നമ്മുടെ വീണയുടെ ഒരു മിനിയേച്ചറാണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.